അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മൊബൈൽ ട്രൈപോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോണത് മൊബൈൽ ബ്രാക്കറ്റ് എന്ന് പറയുന്ന സാധനം. ഞാനിത് പൂരി എടുക്കണ ഈ ഒരു ഭാഗമാണ് മൊബൈൽ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈൽ അറ്റാച്ച് ചെയ്യാനുള്ള സാധനമാണ്. നമുക്കത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ബാക്കിലത്തെ ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മൊബൈൽ ബ്രാക്കറ്റ് ഇതിൽ ഫിക്സ് ചെയ്യിക്കണം. എന്നിട്ട് നമുക്ക് ഈ ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ മൊബൈൽ വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് കുറേ സ്ക്രൂസും കുറേ ലിവറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞി സ്ക്രൂ നമ്മൾ ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വേർട്ടിക്കലിയും ഹോറിസോണ്ടലിയും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേർട്ടിക്കലി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡോ വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ചിലവർക്ക് നോട്ട്ബുക്കിലൊക്കെ എഴുതുന്ന പോലെ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹോറിസോണ്ടലായി സെറ്റ് ചെയ്തിട്ട് താഴെ ഒരു ടേബിളിൻ്റെ മേലെ നോട്ട്ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സ്ക്രൂ. ഇനി അടുത്തത് ഈ ലിവർ ഉണ്ടല്ലോ, ഈ ലിവർ വെച്ചിട്ട് നമുക്ക് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമുക്ക് തിരിക്കാൻ പറ്റും നമ്മുടെ ഈ ട്രൈപോഡിനെ. അപ്പോൾ അതാണ് ഇതിൻ്റെ യൂസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ക്ലിപ്പുകൾ കാണില്ലേ. അപ്പോൾ ഈ ആദ്യത്തെ ഫസ്റ്റ് ലെയർ ഓഫ് ക്ലിപ്പുകൾ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ വലിക്കാൻ പറ്റുമത്. അപ്പോൾ ഒരു ഫസ്റ്റ് ലെയർ ഓഫ് ഹൈറ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് അത് ആവശ്യത്തിന് ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുള്ളായി വലിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ നിൽക്കും. ഇനി അടുത്തത് പറയണത് അടുത്ത ലെയർ ഓഫ് ക്ലിപ്സ് ഊരുക. എന്നിട്ട് നമുക്കത് വലിച്ചിട്ട് നമുക്ക് ഇനിയും ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതും ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റണതാണ്. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മാക്സിമം ഹൈറ്റിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് അത് ടൈറ്റാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മാക്സിമം ഹൈറ്റിലേക്ക് നമ്മൾ നമ്മുടെ ട്രൈപോഡിനെ എത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നിട്ടും ഈ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഇനി ഈ ലിവർ ഉണ്ട്, സ്ക്രൂ ഉണ്ടല്ലോ, അത് ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ 360 ഡിഗ്രിയിൽ നമുക്കിതിനെ തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആംഗിളിൽ എങ്ങനെ വേണമെങ്കിലും ഇതിനെ തിരിക്കാം, എന്നിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡിൻ്റെ സെറ്റിംഗ്. ഇനി ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ച് ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് നോക്കാൻ പറ്റുക. അപ്പോൾ ആ ന്യൂ ക്വസ്റ്റ്യൻ അറ്റൻഡൻസ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം മേലെ സമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പേര് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആരുടെയൊക്കെ പേരാണ് അതിലുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അറ്റൻഡൻസ് എടുക്കാൻ പറ്റുക. ഓക്കെ, എന്നിട്ട് തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാൻ മറന്ന വേറൊരു സെറ്റിംഗാണ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇമെയിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് കൺട്രോൾ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലത്തെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സെൻഡ് ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നതിനെ ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി. അത് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് വരില്ല. അതേപോലെ തന്നെ ഏത് ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനാണെന്ന്, ഇപ്പോൾ ചിലപ്പോൾ പ്രിൻസിപ്പൽ ഉണ്ടാവും ഓരോ ക്ലാസ്സിൽ, അല്ലെങ്കിൽ LPയിലത്തെ ഹെഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എല്ലാ ക്ലാസ്സിനെയും നോട്ടിഫിക്കേഷൻ വേണം എന്നില്ല. ചില ക്ലാസ്സുകളുടെ മാത്രം മതിയാണെങ്കിൽ ഏത് ക്ലാസ്സിൻ്റെ ആണോ വേണ്ടാത്തത് അത് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ബ്ലൂ കളറായിട്ടുള്ള ബട്ടൺ തൊട്ട് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഡിസേബിൾ ആയിക്കോളും. ഏതിൻ്റെയാണോ ആവശ്യമുള്ള എന്ന് വെച്ചാൽ അത് മാത്രം എനേബിൾ ചെയ്താൽ. അങ്ങനെ ഓൾമോസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെയും ട്രൈപോഡിൻ്റെയും എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ചിലവർ സൂം ക്ലാസ്സിൻ്റെ വേണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂമിനെയും ഗൂഗിൾ മീറ്റിങ്ങിനെയൊക്കെ പറ്റിയിട്ട് പഠിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ കുറച്ച് കഴിഞ്ഞാൽ ഇടാൻ നോക്കുന്നുണ്ട്. താങ്ക് യു.